നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ വകഭേദം അതിവേഗം പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16% സൂചന. പൊടുന്നനെ ടെസ്റ്റ് ചെയ്യുന്നവരെല്ലാം ഒമിക്രോൺ ബാധിതരാകുന്ന സ്ഥിതിയാണ് ഉള്ളത്. വൈറസ് വകഭേദം അതിവേഗം ലോകത്ത് പടർന്നു പിടിക്കുന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ രോഗവ്യാപന തോത് ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത് ഇരട്ടിയോളമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കണക്കുകൾ പ്രകാരം ഇന്നലെ 8561 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതായത് പുതിയ രോഗികളുടെ എണ്ണം ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത് 95.8%. കഴിഞ്ഞയാഴ്ചയിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വർധനവ് 571.5%. ഒമിക്രോൺ വകഭേദമാണ് ഇപ്പോൾ അതിവേഗത്തിൽ വ്യാപിക്കുന്നത്. രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ 16.5% ഇന്നലെ ഇത് 10.2% മാത്രമായിരുന്നു. ബുധനാഴ്ച ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.6% മാത്രമായിരുന്നു. ഈ കണക്കുകൾ തന്നെ ഒമിക്രോണിന്റെ വ്യാപന വേഗതയെ സൂചിപ്പിക്കുന്നുണ്ട്. കേസുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണെങ്കിലും ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ രോഗികളുടെ എണ്ണം ഇപ്പോഴും ദക്ഷിണാഫ്രിക്കയിൽ കുറവ് തന്നെയാണ്. അതിനിടയിൽ അമേരിക്കയിലും ഒമിക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവന്നു. കാലിഫോർണിയയിൽ ഒരു രോഗിയിൽ ഈ പുതിയ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഡോക്ടർ ആന്റണി ഫൗച്ചിയാണ് പ്രഖ്യാപിച്ചത്. നവംബർ 22-ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഈ വ്യക്തിക്ക് നവംബർ 29-നായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത്. വാക്സിന്റെ 2 ഡോസുകളും ഈ വ്യക്തി എടുത്തിട്ടുണ്ടെങ്കിലും ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ല എന്നും ഫൗസി അറിയിച്ചു. സെൽഫ് ഐസൊലേഷനിൽ പോയ ആ വ്യക്തിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരൊക്കെ ഇതുവരെ നെഗറ്റീവ് ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ നേരിയ തോതിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് രോഗി പ്രദർശിപ്പിക്കുന്നതെന്നും ഇപ്പോൾ ആ വ്യക്തിയുടെ നില മെച്ചപ്പെട്ടു വരികയാണെന്നും ഫൗസി പറഞ്ഞു. 18 വയസ്സിനും 49 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള വ്യക്തിയാണ് ഇതെന്ന് മറ്റൊരു പത്രസമ്മേളനത്തിൽ ഗവർണർ ഗവിൻ ന്യൂസം വ്യക്തമാക്കി. അതേസമയം ബ്രിട്ടനിൽ ഒമിക്രോണിന്റെ പേരിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനോട് കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. പല സ്ഥാപനങ്ങളും ജീവനക്കാരോട് ഏതാണ്ട് ഡിസംബർ മുഴുവനും ഓഫീസിലേക്ക് വരേണ്ടതില്ല എന്ന് ഉത്തരവിട്ടു കഴിഞ്ഞു. അതുപോലെ ക്രിസ്മസ് പാർട്ടികൾ പലതും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ബ്രിട്ടനിൽ തിരികെ എത്തുന്നവർ നിർബന്ധമായും 5 ദിവസത്തെ ക്വാറന്റൈന് വിധേയരാകണം എന്ന ശാസ്ത്രോപദേശ സമിതിയുടെ നിർദ്ദേശവും ജനരോഷം ഉയർത്തിയിട്ടുണ്ട്. മാസ്ക് നിർബന്ധമാക്കുകയും ക്വാറന്റൈൻ നിർബന്ധമാക്കുകയും ചെയ്ത പുതിയ നിയമങ്ങൾക്കൊപ്പം പുതിയ വകഭേദത്തിന്റെ ഭീഷണിയെക്കുറിച്ച് സർക്കാർ വ്യക്തത വരുത്താത്തതും ഒരു അർദ്ധ ലോക്ക്ഡൌണിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. അതേസമയം രോഗവ്യാപനവും മരണവും ഇന്നലെ ബ്രിട്ടനിൽ കുറയുകയാണ് ചെയ്തത്. ഒമിക്രോൺ ബാധിച്ചാൽ നേരിയ തോതിലുള്ള ലക്ഷണങ്ങൾ മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് ഇന്നലെ പ്രതികരിച്ചത്. മാത്രമല്ല വാക്സിനെ പ്രതിരോധിക്കാൻ ഈ വകഭേദത്തിന് കഴിയും എന്നതിന്റെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നും വക്താവ് വ്യക്തമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിൽ അനാവശ്യമായ മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളുമായി ഭീതി പടർത്തുകയാണ് സർക്കാർ എന്ന് വിമർശകർ പറയുന്നു. ക്രിസ്മസ് പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ വിവേകപൂർവ്വം പെരുമാറണമെന്ന സാജിദ് ജാവേദിന്റെ പ്രസ്താവനയും വിവാദമായിട്ടുണ്ട്. ക്രിസ്മസ് കാലത്ത് ലോക്ക്ഡൌൺ ഉണ്ടാകില്ല എന്ന് ഒരു ഉറപ്പു നൽകാൻ കഴിയില്ല എന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. അതേസമയം ഒമിക്രോൺ ആദ്യമായി കണ്ടെത്തിയതിന്റെ പേരിൽ രാജ്യത്തെ ഒറ്റപ്പെടുത്തരുതെന്ന് ദക്ഷിണാഫ്രിക്ക അഭ്യർത്ഥിച്ചു. ഒമിക്രോൺ രോഗബാധയുടെ പേരിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നത് തങ്ങളോടുള്ള വിവേചനമാണെന്നും വിലക്ക് പിൻവലിക്കണമെന്നും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ പറഞ്ഞു. ശാസ്ത്രീയമായി നീതീകരിക്കാനാകാത്തതാണ് ഈ യാത്രാ നിരോധനം. നെതർലാൻഡ്, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് റാമാഫോസയുടെ പ്രതികരണം. ലോകരാജ്യങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയതോടെയാണ് പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയത്. അതേസമയം ഒമിക്രോൺ വകഭേദം പടർന്നു പിടിക്കുന്നത് കണക്കിലെടുത്ത് കൂടുതൽ രാജ്യങ്ങൾ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈറസ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിയതോടെ അമേരിക്ക 8 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തി. കാനഡ, സൈപ്രസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ളവർക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. UAE വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും ഒമിക്രോൺ കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.